ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കള്ളപ്പമാണ്. ട്രഡീഷണൽ രീതിയിൽ ക്രിസ്മസ് സ്പെഷ്യൽ കള്ളപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കള്ളപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി എന്നൊക്കെ പേരിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ അരിപ്പൊടി, അതായത് വറുത്ത അരിപ്പൊടി തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടിയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ കപ്പിൽ 3 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ, അതായത് ആദ്യമായിട്ടാണ് കള്ളപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ആ മെഷർമെൻറ്റ്സ് ഒക്കെ ഇതുപോലൊരു കപ്പ് ഉണ്ടെങ്കിൽ അതിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒക്കെ അളന്നതിന് ശേഷം എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു വലിയ തേങ്ങ മുഴുവനും ചിരണ്ടി എടുത്തിട്ടുള്ളതാണിത്. 3 കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. 1.5 തേങ്ങ വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ കൂടുതൽ ചേർക്കും തോറും കള്ളപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചോറാണ് വേണ്ടത്. 4 ടേബിൾ സ്പൂൺ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളയരിയോ കുത്തരിയോ ഏതിൻ്റെ ചോറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്. ഇതുപോലൊരു സ്പൂണിൽ, ഇതുപോലൊരു ടീസ്പൂണിൽ 1 സ്പൂൺ നിറച്ചും ചെറിയ ജീരകം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ളൊരു സ്പൂണിലാണ് ഞാനിത് അളന്നെടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കള്ളാണ്. ഇത് പുളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കള്ളാണ്. 1/2 ഗ്ലാസ് കള്ളാണ് ഞാനിതിലോട്ട് ചേർക്കുന്നത്. കള്ളില്ലെങ്കിൽ 1/2 സ്പൂൺ ഈസ്റ്റ് ചേർത്താലും മതി. മറ്റ് ചേരുവകളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചേർക്കുക. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ജീരകവും 1 സ്പൂൺ ജീരകം, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ ചോറ്, 1/2 ഗ്ലാസ് കള്ള്, 1/2 ഗ്ലാസ് വെള്ളം, ഇത്രയും ചേർത്ത് ഞാനൊന്ന് അരച്ചെടുക്കുവാണ്. ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിതരിയായിട്ട് കിട്ടണം നമ്മളിത് അരഞ്ഞു കഴിയുമ്പോൾ. അല്ലാതെ നമ്മൾ ചാറുകറിക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ ഒരുപാട് അരച്ച് കളയരുത്. ഇനി ഞാൻ ഈ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഈ ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി ആ ഒരു വെള്ളവും കൂടി ഞാൻ ഈ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഉപയോഗിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം ഈ ഒരു പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നമുക്ക് 1/2 ഗ്ലാസ് വീതം ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം ആ പാകം എത്തിക്കഴിയുമ്പോൾ ഞാൻ പറയാം എത്രത്തോളം വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ടെന്ന്. വീണ്ടും ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഈ കൈ വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ ഈ അരിപ്പൊടി ഈ ഒരു പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ മിക്സിയുടെ ജാറ് കഴുകിയ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് കള്ളും അതുപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തത്. അങ്ങനെ 3.5 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് കള്ളും ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ ഇതുപോലെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കപ്പി കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഇതുപോലെ ഒരു തവി മാവാണ് കപ്പി കാച്ചുന്നതിന് വേണ്ടി എടുക്കുന്നത്. ഇനി അതല്ലാതെ 2 സ്പൂൺ അരിപ്പൊടി സെപ്പറേറ്റ് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് കപ്പി കാച്ചിയെടുക്കാം. ഏത് രീതിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. 3-4 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ കട്ടിയൊന്നും കെട്ടാതെ വേണം നമ്മൾ ഈ കപ്പി കാച്ചി എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇളക്കി നിർത്തരുത്, ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. വീണ്ടും നമുക്ക് കൈ വച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പാകത്തിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് പുളിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുവാണ്.
ഞാൻ ഈ അപ്പം കുഴച്ച് വയ്ക്കുന്നത് രാത്രിയിൽ 10:30 മണിക്കാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത്. അപ്പോൾ വളരെ പതുക്കെ ഇത് പുളിച്ചാൽ മതി എന്നതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് 1/2 ഗ്ലാസ് കള്ള് ചേർത്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ കള്ള് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പുളിക്കും. അപ്പോൾ അങ്ങനെ പുളിച്ച് ഒരുപാടാകുമ്പോഴത്തേനും നമ്മൾ രാവിലെ ഇത് ചുടുന്ന സമയത്ത് ഭയങ്കര പുളിമണമായിരിക്കും. അതുപോലെ തന്നെ അപ്പത്തിനും ആ ഒരു പുളിയുടെ ടേസ്റ്റ് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കള്ളപ്പത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കുറച്ച് കള്ളൊഴിച്ചിട്ടാണ് ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കേണ്ടത്. നമ്മൾ രാത്രിയിലാണ് ഇത് കുഴച്ച് വെക്കുന്നത്, രാവിലെയാണ് ചുടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് കള്ള് തന്നെ ധാരാളമായിരിക്കും. ഒരു 4 കപ്പ് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഈ ഒരു 1/2 ഗ്ലാസ് കള്ള് ധാരാളമാണ്. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പം പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പത്തിൻ്റെ ബാറ്റർ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ബാറ്റർ. ഇനി ഇതിലോട്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ അപ്പത്തിൻ്റെ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ. ഇനി ഇത് ചുട്ടെടുക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ മാവ് കോരി ഒഴിക്കുവാണ്. ഇതുപോലെ ഒരു തവിയിൽ 1.5 മുതൽ 2 തവി വരെ ഒരപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് കോരി ഒഴിക്കാം. ഇതുപോലത്തെ 3 അപ്പമായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കള്ളപ്പം ചുട്ടെടുക്കേണ്ടത്. മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം ഞാനിവിടെ മീഡിയത്തിലും താഴെയാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ തവയോട് ചേർന്നിരിക്കുന്ന ആ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. 1.5-2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ അടിയിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ അവിടെ എവിടെയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു കളറ് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് മറിച്ചിടാവുള്ളൂ. മറിച്ചിടുന്ന സമയത്ത് ഇതുപോലെ കളറ് വന്നിട്ടില്ല, ഇത് വെളുത്ത് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൂടെ അതുപോലെ തന്നെ വെച്ച് ഇത് ഈ ഒരു കളറിലോട്ട് ആക്കിയെടുക്കണം. ഇപ്പോൾ ഈ ഒരു സൈഡും 1.5-2 മിനിറ്റ് സമയമെടുത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ഈ ഒരു വശവും കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇതുപോലെ ഞാൻ അപ്പം എല്ലാം ചുട്ടെടുക്കുവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് ഈ കള്ളപ്പം. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ക്രിസ്മസിൻ്റെ സമയത്ത് കള്ളൊക്കെ ചേർത്ത് പൊളിപ്പിച്ച് ട്രഡീഷണൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒന്നാണ് ഈ ഒരു കള്ളപ്പം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് തയ്യാറാക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.